പ്രപഞ്ച സൃഷ്ടിപ്പിനെ കാണുമ്പോൾ ഓർക്കണം, എന്റെ റബ്ബ് എത്ര ഭംഗിയുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ, താരസമൂഹങ്ങളെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര ദൂരങ്ങൾ, എത്രയായിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്നത്. എത്രയായിരം വർഷങ്ങൾക്കപ്പുറം, എത്രയായിരം വർഷങ്ങൾ ഓടണം ഒരു പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. ആ പ്രകാശം ഒരു സെക്കൻഡിൽ, മണിക്കൂറിലല്ല, ഒരു മിനിറ്റിലല്ല, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഓടിയാൽ, 7 ബില്യൺ കൊല്ലം ഓടിയാൽ എത്തിച്ചേരാൻ കഴിയുന്നിടത്ത് പോലും അല്ലാഹുവിന് നക്ഷത്രങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ പറഞ്ഞു പോകും, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അല്ലാഹു ഹുവൽ അലിയുൽ കബീർ, ഏറ്റവും ഉന്നതനാണ് അല്ലാഹുവാണ് വലിയവൻ, ബാക്കിയൊക്കെ ചെറുതാണ്, സഗീറാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പും കാണുമ്പോൾ, ഭൂമിയെക്കാളും ലക്ഷത്തിലേറെ മടങ്ങ് വലിപ്പമുള്ള സൂര്യനെ കാണുമ്പോൾ, നമ്മുടെ തലമുകളിൽ ഒരു പാത്രത്തിന്റെ വട്ടത്തിലാണ് സൂര്യനെ നമ്മൾ കാണുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയെ 1,00,000 തവണ വികസിപ്പിച്ചാൽ എത്രയുണ്ടോ അത്ര വലിപ്പമുള്ള ഒരു നക്ഷത്രം നമ്മുടെ തലക്ക് മുകളിൽ ചെറുതായി കാണുമ്പോൾ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഓടുന്ന പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുമത്രേ. ഓരോ സെക്കൻഡിലും 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ 8 മിനിറ്റിൽ എത്ര സെക്കൻഡുകൾ കാണും? 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുമ്പോൾ മാത്രമേ സൂര്യന്റെ ഒരു രശ്മി ഭൂമിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത്ര ദൂരങ്ങളിൽ കൊണ്ടുപോയി സൂര്യനെ വെച്ചവനെ, വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ വെളിച്ചം തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. എല്ലാ പൂർണ്ണതയും നിനക്കെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, മനുഷ്യന്റെ നാവിൽ വരണം നന്ദി പറയണം. സൃഷ്ടാവേ, ഞങ്ങൾ പോലും ആഗ്രഹിക്കാതെ, ഞങ്ങൾ പോലും ചിന്തിക്കാതെ, ആവശ്യപ്പെടാതെ ജീവൻ ഞങ്ങൾക്ക് നൽകുകയും ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകുകയും ചെയ്ത റബ്ബേ, വൽഹംദുലില്ലാ. എല്ലാ നന്ദിയും എല്ലാ സ്തുതിയും അല്ലാഹുവേ നിനക്കു തന്നെയാണ്. എല്ലാ നന്ദിയും നിനക്കാണ് റബ്ബേ. സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക്. അല്ലാഹുവിന്റെ ചില മലക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ആ മലക്കുകളെ സൃഷ്ടിച്ചേടം മുതൽ ഖിയാമത്ത് നാൾ നടക്കുന്നവരെ സുജൂദിൽ മാത്രം കിടക്കുന്ന, ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ ഇല്ലാത്ത അല്ലാഹുവിന്റെ മാലാഖമാർ ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്ന്, ഖിയാമത്തിന്റെ വനുഫിഖ ഫിസ്സൂരി, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ആ മലക്കുകൾ തല ഉയർത്തും. സുജൂദിൽ നിന്ന് തലയുയർത്തുമ്പോൾ ആ മലക്കുകൾ ആദ്യം പറയുന്ന വാക്കെന്താണെന്നറിയുമോ? സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക്. അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, നിന്റെ പരിശുദ്ധി അർഹിക്കുന്നത് പോലെ നിനക്ക് നന്ദി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചേടം മുതൽ ഖിയാമത്ത് വരെ എത്രയായിരം വർഷങ്ങളുണ്ടോ, ലക്ഷക്കണക്കിന് എത്രത്തോളം കോടിക്കണക്കിന് വർഷങ്ങൾ ഉണ്ടാകാമോ, ആ വർഷങ്ങൾ അത്രയും സുജൂദിൽ കിടന്ന് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ഒന്ന് എഴുന്നേൽക്കുന്നത് ഖിയാമത്തിന്റെ വിളംബരമുണ്ടാകുമ്പോൾ അന്നേരം അവർ ആദ്യം പറയുന്ന വാക്ക് സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക്. അല്ലാഹുവേ നീ അർഹിക്കുന്ന പോലെ നിന്റെ ബഹുമാനവും നിന്റെ മഹത്വവും അനുസരിക്കുന്ന പോലെ ഒരു ഇബാദത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അത്രമേൽ അല്ലാഹു പരിശുദ്ധനാണ്.
അതുകൊണ്ടാണ് വൽ ബാഖിയാത്തുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമലാ. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടാകൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഖംസു കലിമാത്തിൻ, ഈ 5 വചനങ്ങളാണത്രേ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന വചനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ. ഈ 5 വചനങ്ങൾ ശരിക്കും നമ്മളങ്ങ് ബോധിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ ശരിക്കും അടിമകളായി മാറും. ആ അടിമത്വം ഖൽബിന്റെ ഉള്ളിൽ വരാൻ ഏറ്റവും സഹായകമാകുന്ന വാക്കുകളാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ, നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ, ഞങ്ങൾക്കാണ് ന്യൂനതയുള്ളത്. നിനക്കൊരു കുറവുമില്ല റബ്ബേ, ഞങ്ങൾക്കാണ് കുറവുള്ളത്. നിനക്കൊരു തരത്തിലുമുള്ള അപൂർണതയുമില്ല റബ്ബേ, ഞങ്ങൾ അപൂർണമാണ്. ഞങ്ങൾ മറന്നുപോകും, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ ഉറങ്ങിപ്പോകും, ഞങ്ങൾ ആരോഗ്യമില്ലാത്തവരാണ്, തളർന്നു പോകും, ഞങ്ങൾക്ക് വാർദ്ധക്യം വരും, മരണം വരും. അല്ലാഹുവേ നിനക്കതൊന്നും ബാധിക്കുന്നില്ലല്ലോ റബ്ബേ. വൽഹംദുലില്ലാഹ്. അതുകൊണ്ട് റബ്ബേ നിനക്കാണ് എല്ലാറ്റിനും നന്ദി. എല്ലാ നന്ദിയും നിനക്ക് റബ്ബേ, എല്ലാ സ്തുതിയും എല്ലാ ശുക്റും നിനക്ക്. മനുഷ്യൻ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം എന്ന് തുടങ്ങിയാൽ, മനുഷ്യൻ ഉറങ്ങുമ്പോൾ, ഉണരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അല്ലാഹുവിന് ശുക്ർ പറയാൻ മറക്കരുത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ നിന്ന് കണ്ണുയരുമ്പോൾ അൽഹംദുലില്ലാഹ്, എൻ്റെ പടച്ചവനെ നിനക്ക് റബ്ബേ നന്ദി, നിനക്കാണ് സ്തുതി. അഹ്യാനാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജന്മം തന്നവനെ, ജീവൻ തന്നവനെ അല്ലാഹുവേ നിനക്കാണ് ഹംദ്. ഇലൈഹിൻ നുശൂർ, നിന്നിലേക്കാണ് റബ്ബേ ഞങ്ങളുടെ അവസാനത്തെ മടക്കം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, യാത്ര കഴിഞ്ഞെത്തിയാൽ അൽഹംദുലില്ലാഹ്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ അല്ലാഹുവിന് നന്ദി പറയുന്നു. ഗുഫ്റാനക് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലദാ വആഫാനി. ഈ നന്ദി ജീവിതത്തിൽ ഉടനീളം വേണം. അശ്ശുക്റു അലൽ മൗജൂദ് ലശ്ശക്വാ അലൽ മഫ്ഖൂദ്. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതിയല്ല പറയേണ്ടത്, അല്ലാഹു തന്നതിനെ കുറിച്ചുള്ള നന്ദിയാണ് പറയേണ്ടത്. കിട്ടാത്തതിനെ കുറിച്ച് മനുഷ്യൻ പരാതി പറയും, എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ. നമുക്ക് കിട്ടിയത് എത്രയാണ്. ഒരുമ്മയുടെ ഗർഭാശയത്തിൽ ജന്മമെടുക്കുന്നത് മുതൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ 1 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ 60, 70, 80, 90 കൊല്ലം നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ഹൃദയമാണ്, മനുഷ്യന്റെ ഖൽബാണ്. ആ ഹൃദയമാണ് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്തു തുടങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിലെ അത്യത്ഭുതകരമായ ഇന്റേണൽ ഓർഗൻ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അവയവം ഹൃദയം. അതങ്ങ് ഉറങ്ങിയാൽ മനുഷ്യൻ മരിക്കും. ബ്രെയിൻ ഉറങ്ങിയാൽ പോലും ഹാർട്ട് വർക്ക് ചെയ്യും. അതാണ് അത്ഭുതം. അങ്ങനെയാണ് അല്ലാഹു ഹാർട്ടിനെ പടച്ചത്. ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ വരണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും ഉറങ്ങുമ്പോ. എങ്ങനെ അല്ലാഹുവിന് നന്ദി പറയും? അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണേ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ മനുഷ്യ ശരീരം മുഴുവൻ നന്നായി. അത് കേടുവന്നാൽ മനുഷ്യ ശരീരം മുഴുവൻ കേടുവന്നു.
അലാ വഹിയൽ ഖൽബ്, അറിയണേ അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. അവിടേക്കാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹുവിന്റെ നോട്ടം അവിടേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ ശരീരമോ അല്ലാഹുവിന്റെ വിഷയമല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ, ആരോടെങ്കിലും അസൂയയുണ്ടോ, ആരോടെങ്കിലും പകയുണ്ടോ, ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ഇത് അല്ലാഹു നോക്കുന്നുണ്ട്. ആ ഹൃദയത്തിനുള്ളിൽ അല്ലാഹുവിന് കൊടുത്ത സ്ഥാനം എത്രയാണ്, ഇത് അല്ലാഹു നോക്കുന്നു. ആ ഖൽബിൽ മാത്രം നമുക്ക് അല്ലാഹുവിനോട് അൽഹംദ് പറയുകയാണെങ്കിൽ എത്ര കാലം പറയേണ്ടി വരും, എത്ര കാലം പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹതയുള്ള മറ്റൊരാളുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. ഇത് മനുഷ്യന്റെ ഷഹാദത്താണ്. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടതിനെയാണ് സാക്ഷ്യം വഹിക്കുക, അല്ലെ? ഒരു ആക്സിഡന്റ് നടന്നു, നിങ്ങളതിന് സാക്ഷിയാണോ എന്ന് ചോദിച്ചാൽ അതെ. എങ്ങനെ? ഞാനത് കണ്ടു, ഞാൻ റോഡരികിൽ നിൽക്കുമ്പോഴാണ് ഇത് നടന്നത്. കാണുന്നതിനെയാണ് സാക്ഷിയാവുക എന്ന് പറയാം. ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുമ്പോ പറയുന്ന വാക്കെന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹതയുള്ള ആരുമില്ലെന്നും എന്റെ പുണ്യ റസൂൽ അല്ലാഹുവേ നിന്റെ തിരുദൂതരാണെന്നും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ സാക്ഷി പറയുന്നു റബ്ബേ. ഹബീബിനെ കണ്ടിട്ടുണ്ടോ കണ്ണുകൊണ്ട്? ഇല്ല. അള്ളാഹുവിനെ കണ്ടോ കണ്ണുകൊണ്ട്? ഇല്ല. എന്നാൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഈ സർവചരാചരങ്ങളും, മണൽത്തരികളടക്കം, മണ്ണിന്റെ തരിയടക്കം, ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും, നമ്മുടെ തലക്കുമീതെ കിടക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന താരസമൂഹങ്ങളടക്കം, ഇതിന്റെ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ അത് ഏകനാവണം. ആ സൃഷ്ടാവിന്റെ പേരാണ് അല്ലാഹ് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നത്, റസൂൽ പഠിപ്പിച്ചത്. ആ അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളിലൂടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവനാണ്. കണ്ണെന്ന് പറയുന്ന ചെറിയ ഒരു ലെൻസിന്റെ ഉള്ളിൽ അല്ലാഹു കാണപ്പെടാൻ മാത്രം ചെറുതാവണം എന്നാണോ നിങ്ങൾ വാശി പിടിക്കുന്നത്? അല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് അതീതനാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം സീനാ താഴ്വരയുടെ താഴത്ത് നിന്നുകൊണ്ടാണ് ചോദിച്ചത്, അല്ലാഹുവേ, നീ എന്നോട് സംസാരിച്ചുവല്ലോ റബ്ബേ. യാ മൂസ ഇഖ്ലഅൻ അലൈക ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. മൂസ നബിയെ, ചെരുപ്പഴിച്ചു വെക്കണം. നിങ്ങൾ നിലകൊള്ളുന്നത് സീനാ മലമടക്കുകളുടെ താഴ്വരയായ തുവാ എന്ന് പറയുന്ന പരിശുദ്ധ താഴ്വരയിലാണ്. അതുകൊണ്ട് മൂസ നബിയെ ചെരുപ്പഴിച്ചു വെക്കണം. ഇന്നനി അന റബ്ബുക് ഇന്നനി അനല്ലാഹ്. ഞാൻ അല്ലാഹുവാണ് മൂസ നബിയെ. അല്ലാഹുവിന്റെ സംസാരം കേട്ടപ്പോ മൂസ നബി അലൈഹിസ്സലാമിന് ആഗ്രഹം വന്നു, എന്റെ റബ്ബിനെ ഒരു നോക്ക് കാണണം. റബ്ബി അരിനീ അൻദുർ ഇലൈക്. അല്ലാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് നിന്നെയൊന്ന് കാണണം. മൂസാ നബിയുടെ ചോദ്യം വളരെ വ്യക്തമാണ്. നീ എനിക്ക് നിന്നെ കാണിച്ചു തന്നാലേ എനിക്ക് നിന്നെ കാണാൻ കഴിയൂ. എനിക്കായിട്ടൊന്ന് നോക്കാൻ നിന്നെ കാണാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് റബ്ബി അരിനി, കാണാത്ത എന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന വിധമാക്കി തരാൻ അല്ലാഹുവേ നിനക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് നീ നിന്നെ എനിക്ക് കാണിച്ചു തരുമോ? എനിക്കൊന്ന് നോക്കാനാണ്. മൂസാ നബിക്കറിയാം, അല്ലാഹു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ കണ്ണുകൾക്ക് കാണപ്പെടുന്നവനല്ല. എന്നാൽ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തതിനെ കാണിച്ചു തരാൻ അല്ലാഹുവിന് കഴിയുമല്ലോ.
കാണാത്തതിനെ കാണിച്ചു തരാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് മൂസ നബി ചോദിച്ചു, റബ്ബേ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് നിന്നെയൊന്ന് നോക്കാനാണ്. അല്ലാഹു ജല്ല ജലാലു പറഞ്ഞു, മൂസാ ലൻ തറാനി, മൂസ നബിയേ നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല, ഞാൻ കാണപ്പെടുന്നവനല്ല എന്നല്ല മറുപടി. ലൻ ഉറ എന്നല്ല, ലൻ തറാനി, യു കാൻ't see me, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്തല്ല, ഐ വിൽ നോട്ട് ബി സീൻ, എന്നെ കാണപ്പെടില്ല എന്നല്ല. ബിക്കോസ് അല്ലാഹു ഈസ് സീൻ ഇൻ ദ ഹിയറാഫ്റ്റർ. അല്ലാഹുവിനെ കാണാൻ കഴിയും ഖിയാമത്ത് നാളിൽ, സ്വർഗ്ഗലോകത്ത് റബ്ബിനെ കാണാൻ കഴിയും. ഇവിടെ മൂസ നബിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വീണ്ടും മൂസ നബി അലൈഹിസ്സലാം വാശി പിടിച്ചു, ആഗ്രഹം കൊണ്ട് പഠിച്ചവനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് കാണണം റബ്ബേ. മൂസ നബിയെ ഫൻദുർ ഇലൽ ജബൽ, നിങ്ങൾ ആ പർവ്വതത്തിലേക്കൊന്ന് നോക്കണം. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം, ഇല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സ്വഇഖാ. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ജലാലിന്റെയും ജമാലിന്റെയും നൂറ്, ആ നൂറിലെ ചെറിയ ഒരംശം ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ മൂസ നബിയുടെ ശരീരത്തിലേക്കല്ല, പാറയാൽ പാറക്കെട്ടുകളാൽ ഭാരമേറിയ സീനാമലയിൽ ആ മലമടക്കുകളിൽ കാണുന്ന ജബലുദ്ദക്ക എന്ന് പറയുന്ന പർവ്വതമുണ്ട്. ഇന്നും അവിടെ ചെന്നാൽ അത് കാണാൻ കഴിയും. ആ പർവ്വതത്തിന്റെ മേൽഭാഗം ഒന്ന് ഇടിഞ്ഞു താഴ്ന്നതുപോലെ ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും. അതിനാണ് ജബലുദ്ദക്ക എന്ന് പറയുന്നത്. ജഅലഹു ദക്ക, ആ പർവ്വതം വിറച്ചുപോയി, വിറങ്ങലിച്ചുപോയി, തകർന്നുപോയി. വഖറ മൂസാ സ്വഇഖാ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അതുവരെ റബ്ബിനോട് സംസാരിച്ച മൂസ നബി, അല്ലാഹുവിന്റെ കാഴ്ചയുടെ ആ നൂറ് പോലും താങ്ങാൻ കഴിയാതെ പർവ്വതം പൊടിയായപ്പോൾ മൂസ അലൈഹിസ്സലാം പേടിച്ച് വിറച്ചു വീണുപോയി. ആ പ്രകാശമെങ്ങാനും മൂസ നബി നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ പ്രകാശം മൂസ നബിയുടെ ദുർബലമായ ശരീരത്തിലേക്കാണ് വരുന്നതെങ്കിലോ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ ഫസ്സരിങ്ങൾ പറയും, നമ്മുടെ വീടുകളിൽ കാണുന്ന ചെറിയ ഉറുമ്പില്ലേ, ആ ഉറുമ്പിന്റെ കാലിനോളം ചെറിയ ഒരംശമേ ജബലുദ്ദക്കയിലേക്ക് നീങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് പോലും ആ പർവ്വതം തകർന്നുപോയി. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ എന്നോട് മാപ്പാക്കണേ പടച്ചവനെ, സുബ്ഹാനക അൻ അകൂന മിനൽ ജാഹിലീൻ, പടച്ചവനെ നീ പരിശുദ്ധനാണ് റബ്ബേ, എനിക്ക് മാപ്പ് നൽകണമേ, ഞാൻ അറിയാത്തത് ചോദിച്ചു പോയി. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി, പരിശുദ്ധനാണ് റബ്ബേ നീ, വൽഹംദുലില്ലാഹ്, നീ എല്ലാറ്റിനും ശുക്ർ അർഹിക്കുന്നത് നിനക്ക് മാത്രമാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹതയുള്ളവൻ, കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനായ, എന്നാൽ കണ്ണുകളെ, മനുഷ്യനെ, പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യന് ജീവിതവും മരണവും നിശ്ചയിച്ച, മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനായ റബ്ബേ നീ മാത്രമാണത് അർഹിക്കുന്നത്. അർഹിക്കാത്തത് ഒരുപാട് ആളുകൾ അർഹിക്കാത്തവർക്കത് കൊടുക്കുന്നുണ്ട്. ലോകത്ത് പല ദൈവങ്ങളെയും ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരുടെ വിശ്വാസങ്ങളും എന്തോ ആകട്ടെ, പടച്ചവനെ നീ എന്ന ഒരൊറ്റ സ്വത്വം മാത്രമാണ് ആരാധനക്ക് അർഹതയുള്ളത് എന്ന് പറയുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റിനെ കുറിച്ചാണ് പുണ്യനബി പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാർ, അവർ ഇബ്രാഹിം നബിയുണ്ട്, സുലൈമാൻ അലൈഹിസ്സലാം ഉണ്ട്, ദാവൂദ് നബിയുണ്ട്, മൂസ നബി അലൈഹിസ്സലാമുണ്ട്, ഈസ നബിയുണ്ട്. 1,24,000 പ്രവാചകന്മാർ, അവർക്ക് കിട്ടിയ വഹ്യുകളെല്ലാം അല്ലാഹുവിനുള്ള ശുക്റായിരുന്നു, ഹംദായിരുന്നു.
അള്ളാഹുവിനോട് പറയുന്ന നന്ദി വാക്കുകളാണ് അവർ പറഞ്ഞത് മുഴുവൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത് വചനങ്ങളാണ് പ്രവാചകന്മാർ മുഴുവനും പ്രചരിപ്പിച്ചത്. ആ വാക്കുകളിൽ മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്കുണ്ട്. പ്രവാചകന്മാർ എനിക്ക് മുമ്പ് കഴിഞ്ഞവരും ഞാനും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്ക് ഏതാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ കലിമ ഉച്ചരിച്ച് മരിക്കുന്നവർക്കാണ് ഹുസ്നുൽ ഖാത്തിമ. അല്ലാഹു നമുക്ക് മരണസമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. അതുകൊണ്ട് നബിയേ, ഈ പ്രപഞ്ചം മൽഊനും മാ ഫീഹാ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളും ഇതല്ലാത്തതെല്ലാം അഭിശപ്തമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാളും വലുതല്ലയോ നമ്മളെയും മാതാപിതാക്കളെയും പടച്ചവനായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നത്? അള്ളാഹു ആരാണെന്നറിയണം. എന്നെ ആരാണ് പടച്ചത്? ഞാൻ എന്തിനിവിടെ വന്നു? എന്താണ് എൻ്റെ നാളെ? ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. ആ ഓർമ്മയിലായി ജീവിക്കുന്നതാണ് നിങ്ങൾ പണമുണ്ടാക്കുന്നതിനേക്കാളും വലുത്. നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാൾ മുഴുവനും വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അതുകൊണ്ട് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നന്മകൾ നമ്മുടെ തുലാസിലേക്ക് വരട്ടെ. അതുകൊണ്ട് ചൊല്ലിക്കോളൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. രണ്ട് പ്രാവശ്യം കൂടെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയുണ്ട് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ എന്നവർക്ക് വുളു എടുക്കാൻ ഒരു മുദ്ദ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഫതവല്ലഅ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളു എടുത്തു. എന്നിട്ട് മഹാൻ പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ നഹ്വ വുളൂഇ ഹാദാ. ഞാൻ ഈ വുളു ചെയ്ത പോലെ എൻ്റെ പുണ്യ റസൂൽ വുളു ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ثم قال, എന്നിട്ട് പുണ്യ നബി പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഈ കാണിച്ചു തന്ന് പഠിപ്പിച്ച പോലെ നിങ്ങൾ വുളു എടുക്കുകയും ثم قام فصلى صلاة الظهر, എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് ളുഹർ നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ കാന ബൈനഹാ വബൈന സുബ്ഹ്, പ്രഭാതം മുതൽ ളുഹർ നിസ്കാരം വരെയുള്ള എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുമെന്ന് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم صلى العصر, അത് കഴിഞ്ഞ് അസ്ർ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈന الظهر, ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള തെറ്റുകളെല്ലാം അല്ലാഹു അസ്ർ നിസ്കരിക്കുന്നതോടുകൂടെ അതും പുറത്തു തരും. ثم صلى المغرب, ഇനി മഗ്രിബ് നിസ്കരിച്ചാലോ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈന العصر, മഗ്രിബിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും.
ثم صلى العشاء ഇശാ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈനൽ മഗ്രിബി മഗ്രിബ് ഇശാഇനിടയിലുള്ളത് അല്ലാഹു പുറത്തു കൊടുക്കും. ثم لعله يبيت يتمرغ ليلته പിന്നെ പോയി കടന്നുറങ്ങുകയാകും. ثم إن قام എന്നിട്ട് സുബ്ഹിക്ക് എഴുന്നേൽക്കുകയും ഫതവല്ലഅ വുദു എടുക്കുകയും വസല്ല സ്വലാത്ത സുബ്ഹ് സുബ്ഹി നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈനൽ ഇശാ ഇശാഇന്റെയും സുബ്ഹിക്കിടയിലുമുള്ളത് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വഹിയൽ ഹസനാതു യുദ്ഹിബിന സയ്യിആത്ത് ഈ നിസ്കാരങ്ങളെല്ലാം നന്മകളാണ്, നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയും. ഖാലൂ മഹാനായ ഉസ്മാൻ തങ്ങളിത് പറയുമ്പോ അവർ ചോദിച്ചു, ഫമൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു യാ ഉസ്മാൻ, ഉസ്മാൻ എന്നവരെ ഇതൊക്കെ ഹസനാത്തുകളാണെങ്കിൽ ഖുർആൻ പറഞ്ഞ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഖാല ഉസ്മാൻ എന്നവർ മറുപടി പറഞ്ഞു, ഹിയ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് 5 കലിമത്തുകളാണ്. അത് ആദ്യം സുബ്ഹാനല്ലാഹ് വരുന്നതുണ്ട്, ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും, ആദ്യം അൽഹംദുലില്ലാഹ് വരും. എങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല എന്നാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കേട്ടതും നമ്മൾ അറിയുന്നതും സുബ്ഹാനല്ലാഹ് തുടങ്ങി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. അത്രയും മനോഹരമായ ദിക്റാണ്. ഖുദൂ ജന്നതകും മിനന്നാർ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗം നിങ്ങൾ എടുക്കണം നരകത്തിൽ നിന്ന്. മിൻ അദുവിൻ യാ റസൂലല്ലാഹ്. അവർ ചോദിച്ചു, നബിയെ നരകത്തിൽ നിന്ന് സ്വർഗം എടുക്കുകയോ ശത്രുക്കളിൽ നിന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ബൽ മിനന്നാർ, നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. അവരോട് തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖൂലൂ, നിങ്ങൾ ഇങ്ങനെ പറയണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ചൊല്ലിയാൽ ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമ, ഈ വചനങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ മുന്നോട്ട് വരും. മുഖദ്ദിമാത്തിൻ വ മുഅഖിബാത്തിൻ വ മുജന്നിബാത്ത് വഹുന്നൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിലേക്ക് നിങ്ങളെ തെളിച്ചു കൊണ്ടുപോകാൻ, ആനയിച്ചു കൊണ്ടുപോകാൻ, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഈ വചനങ്ങൾ വരും. ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖൽബ് കൊണ്ട് എപ്പോഴും ചിന്തിക്കണം സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് പറയണം സുബ്ഹാനല്ലാഹ്. നീ പരിശുദ്ധനാണ് റബ്ബേ, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് പടച്ചവനെ, ഒരു കുറവുമില്ലാത്തവനാണ് റബ്ബേ. വൽഹംദുലില്ലാഹ്, പടച്ചവനെ നാവ് കൊണ്ട് പറയാൻ പരിധിയുണ്ട്. എല്ലാ ശുക്റായ ശുക്റും അല്ലാഹുവേ നിനക്ക് മാത്രമാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹതയുള്ളത് നീ മാത്രമാണ്. വല്ലാഹു അക്ബർ, നിങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ നീയാണ്. എല്ലാ വിഷയങ്ങളിലും വലുത് നിന്റെ വിഷയമാണ്, നീയാണ് ഏറ്റവും വലിയവനെന്ന് നിങ്ങൾ പറയണം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മഹോന്നതനായ റബ്ബേ, നീ തരുന്ന കഴിവല്ലാതെ ഞങ്ങൾക്കൊരു കഴിവുമില്ല റബ്ബേ. നീ തരുന്ന ശക്തിയല്ലാതെ നന്മയിലേക്ക് വരാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന് പറയുന്ന പോലെ നമ്മൾ തിരിച്ചു പറയണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ പറയണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടക്ക് ഹയ്യ അലസ് സ്വലയും ഹയ്യ അലൽ ഫലയും വരുമ്പോൾ നമ്മൾ എന്താ പറയില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരേണമേ. ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കാൻ വരണേ. ഹയ്യ അലൽ ഫലാഹ്,
വിജയിക്കാൻ വരണേ, വിജയത്തിലേക്ക് വരണേ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ. ഹയ്യ അലൽ സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്. ഒരു മനുഷ്യൻ കൃഷിയിടത്തിലായിരിക്കാം, വാഹനം ഓടിക്കുകയായിരിക്കാം, വീട്ടിൽ വിശ്രമത്തിലായിരിക്കാം. ആ നേരമാണ് അല്ലാഹുവിന്റെ വിളി വരുന്നത്, നിസ്കരിക്കാൻ വരണേ, വിജയത്തിലേക്ക് വരണേ. അവ മറുപടി, ഞാൻ വരാൻ ഒരുക്കമാണ് റബ്ബേ, പക്ഷേ വലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നന്മയിലേക്ക് വരാനും തിന്മയിലേക്ക് പോകാതിരിക്കാനും നീ തരുന്ന ശക്തി കൊണ്ട് മാത്രമേ കഴിയൂ റബ്ബേ. എനിക്ക് പള്ളിയിലേക്ക് വരണം, അതിന് നീ എനിക്ക് ശക്തി തരണം പടച്ചവനെ. എനിക്ക് ഫലാഹിലേക്ക് വരണം, വിജയത്തിലേക്ക് വരണം, അതിന് നീ എനിക്ക് ശക്തി നൽകണം പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ശക്തി ചോദിക്കുകയാണ്, ആഫിയത്ത് ചോദിക്കുകയാണ്. കാരണം വിളിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്, ഒരു നന്മയ്ക്കാണ്. എല്ലാ നന്മകളും അല്ലാഹുവേ നീ തരുന്ന കഴിവ് കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹാ. ആരാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചത്, പരലോകമുണ്ട്, മരിച്ചു ചെന്നാൽ ഒരു ലോകമുണ്ട്, അവിടെ പ്രതിഫലമുണ്ട്, തിന്മ ചെയ്തവർക്ക് ശിക്ഷയുണ്ട് എന്ന് ആരാണോ വിശ്വസിച്ചത്, വഅമില സ്വാലിഹാ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടപ്പെടേണ്ടതുമില്ല. മുഅ്മിനീങ്ങൾക്ക് സമാധാനമാണ്. മുഅ്മിനീങ്ങൾക്ക് സമാധാനത്തിന് എന്താ വേണ്ടത്? ഈ ലോകത്ത് സമാധാനം, നാളെ സമാധാനം. ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഇവിടെ നേരായ മാർഗത്തിൽ ജീവിച്ച് സന്തോഷിക്കാൻ അവസരം, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ നിഅമത്തുകളാൽ നിറക്കപ്പെട്ട സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശനവും. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, വല്ലിപ്പ വല്ലിമ്മമാർ, വേണ്ടപ്പെട്ടവരുടെ ഖബറുകൾക്ക് റബ്ബേ സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ റബ്ബേ. നാളെ നിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയ ചെറിയ നന്മകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം വലുതാണ്. ഇത് റബ്ബിന്റെ വലിയൊരു റഹ്മത്താണ്. ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും വലിയ കൂലി. وأيما رجل قام وهو يريد الصلاة فأفضل الوضوء إلى مكانه. വുദൂ ചെയ്യുന്നത്, വെള്ളമെടുത്ത് വുദൂ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ വുദൂ ചെയ്താൽ, അയ്യുമാ റജുലിൻ ഖാമ, ഒരാൾ വുദൂ എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും വഹുവ യുരീദു സ്വലാ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഫഅഫ്ളൽ വുദൂഅ ഇലാ മകാനിഹി, എല്ലാ ഷർത്തും റുക്നും ഫർളുകളും സുന്നത്തും പാലിച്ച് ഒരാൾ വുദൂ ചെയ്താൽ, സലിമ മിൻ കുല്ലി ദംബിൻ വഖതിഅത്തിൻ ഹിയ ലഹ്, ആ മനുഷ്യൻ ചെയ്തു പോയ എല്ലാ, കണ്ണുകൊണ്ട് നോക്കിപ്പോയത്, നാവ് കൊണ്ടറിയാതെ പറഞ്ഞു പോയത്, മനുഷ്യൻ ചെയ്തു പോയ ചെറുദോഷങ്ങളെല്ലാം അവന്റെ വുദൂ കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും. ഓരോ ആണിനും പെണ്ണിനും അല്ലാഹു പുറത്തു കൊടുക്കും. ഫഇൻ ഖാമ ഇലസ്സലാഹ്, നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് എഴുന്നേറ്റു നിന്നാൽ, റഫഅഹുല്ലാഹു ബിഹാ ദറജ, അല്ലാഹു അവർക്കൊരു സ്ഥാനം ഉയർത്തി കൊടുക്കും. വഇൻ റഖദ റഖദ സാലിമ, അവരിനി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അവര് സാലിമൻ, സുരക്ഷിതരായിട്ടാണ് ഉറങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദൂ പതിവാക്കണം. പൈശാചികമായ ചിന്തകൾ വരാതിരിക്കാൻ, നമ്മുടെ മനസ്സിനെ പിശാച് വേട്ടയാടാതിരിക്കാൻ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ, അവരുടെ മനസ്സുകളിലേക്ക് തിന്മയുടെ ലാഞ്ചനകൾ വരാതിരിക്കാൻ വുദൂ പതിവാക്കണം. വുദൂ പതിവാക്കണം. വുദൂ ലാ യുദാവിമു അലൈഹി ഇല്ലാ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിന് മാത്രമേ വുദൂഇൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുഅദ്ദിനാണ്. പുണ്യനബിയുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ വാങ്ക് വിളിച്ച മഹാനാണ് ബിലാൽ ഇബ്നു റബാഹ്
റളിയല്ലാഹു അൻഹു ബിലാൽ എന്നവര് സ്വർഗത്തിലേക്ക് ആദ്യം ചെന്നതായി നബി തങ്ങൾ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു VIP വരുമ്പോ VIPയുടെ പരിചാരകർ ഖാദിമീങ്ങൾ ആദ്യം ചെന്ന സ്ഥലം ഒന്ന് റെഡിയാക്കണല്ലോ എന്ന പോലെ പുണ്യനബി സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഒരുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. മിഅ്റാജിന്റെ രാവിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബിലാലേ സമിഅ്തു ദുഫ്ഫൻ അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ബിലാലേ നിങ്ങളുടെ ഈ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട്. ബിലാൽ തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, അതുകൊണ്ട് യാ ബിലാലേ ഹദ്ദിഥിനി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. മുസ്ലിമായതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പണി നിങ്ങൾ എന്താണ് ചെയ്തത്? കാരണം നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കണ്ടു ഞാൻ എത്തിയപ്പോ. അപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അതിന് മാത്രം എന്താണ് ബിലാലെ നിങ്ങൾ ചെയ്തത് എന്ന് പുണ്യനബിയുടെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ബിലാലേ ഹദ്ദിഥിനി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ഫഖാല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഫഖാല ബിലാൽ മാ അമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നി ലമ്മാ തതഹഹറതു ഹൂറൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സ്വല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലീ അൻ ഉസല്ലിയ. നബിയേ, രാവിലെയോ രാത്രിയോ ഞാൻ എപ്പോഴാണോ വുദു എടുക്കുന്നത്, എന്നെ വുദു മുറിഞ്ഞാൽ ഞാൻ ഉടനെ വുദു എടുക്കും. ആ വുദു എടുത്താൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. വുദുഇന്റെ സുന്നത്ത് ഞാൻ എപ്പോഴും നിസ്കരിക്കാറുണ്ട് നബിയേ. ഇതാണ് ഞാൻ ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അമല്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ബിലാലേ അതുതന്നെയാണ് കാരണം. ബിലാൽ തങ്ങളുടെ ഈ സുന്നത്ത് നമ്മളും പാലിക്കുക. വുദു എടുക്കാൻ പൈപ്പുണ്ടല്ലോ. ഇന്ന് മുമ്പത്തെ പോലെ കയറുകൊണ്ട് കൊട്ട കൊണ്ട് കോരിയെടുത്തിട്ടൊന്നും വുദു എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാത്റൂമുകളില്ലാത്ത വീടുകളുണ്ടോ? ഒന്ന് പൈപ്പ് തിരിച്ചാൽ വെള്ളമില്ലേ? നമുക്ക് വുദു എടുക്കാൻ എന്ത് തടസ്സമാണുള്ളത്? ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോൾ വുദു എടുത്തിട്ട് ഇറങ്ങാം. എപ്പോഴാണോ വുദു മുറിയുന്നത് ഉടനെ വുദു എടുക്കുക. വുദു എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും. കറാഹത്തുള്ള സമയത്ത് പോലും വുദു എടുത്താലുള്ള ഉടനെ സുന്നത്ത് നിസ്കരിക്കാന്നാണ്. വെറുതെ മുത്തലഖൻ സുന്നത്താ പാടില്ലാത്തത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾ പെട്ടെന്ന് വുദു എടുത്തു വന്നു, 2 റക്അത്ത് അപ്പോഴും നിസ്കരിക്കാം. സവാലിന്റെ സമയത്ത് അസ്ർ കഴിഞ്ഞ് മഗ്രിബിന്റെ ഇടയിൽ വെറുതെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. പക്ഷെ വുദു എടുത്തു വന്ന ഒരാൾ നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. പള്ളിയിലേക്ക് കയറിയതാ, തഹിയ്യത്ത് നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. ഇതിനൊന്നും കുഴപ്പമില്ല. മുന്തിയ കാരണമുള്ളതൊക്കെ ചെയ്യുന്ന ഒരു കാരണം കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്, കുഴപ്പമില്ല. പിന്തിയ കാരണമുണ്ട്, ചില കാരണം. അത് ഇഹ്റാം, അതുപോലെ യാത്രയുടെ സുന്നത്ത്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ഇഹ്റാം ചെയ്യുക. യാത്രയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് യാത്ര പോവുക. ഇതൊന്നും ഈ കറാഹത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അല്ലാത്തതൊക്കെ പറ്റും. ബിലാൽ തങ്ങൾ പറയാ, ഞാൻ വുദു എടുത്താൽ അല്ലാഹുവിന് വേണ്ടി ഒരുപാട് നിസ്കരിക്കാറുണ്ട്. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈൽ. റമദാനാണ്, രാത്രികാലങ്ങളിലെ നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാഹു നമുക്കത് റമദാനിന് ശേഷവും നിലനിർത്താനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈൽ ഫൽയസ്തക്. രാത്രി നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുകയാണ്, തഹജ്ജുദോ ഖിയാമോ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയസ്തക്, നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം, ബ്രഷ് ചെയ്യണം എന്നർത്ഥം. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതില്ലേ, സൂറത്തുകൾ ഓതുമല്ലോ. ഖുർആൻ ഓതുമ്പോൾ
ആ ഓതുന്ന ആളുടെ വായയോട് ചേർത്ത് അള്ളാഹുവിന്റെ ഒരു മലക്ക് അവരുടെ വായ ചേർത്ത് വെക്കുന്നുണ്ട്. വലാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്. നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും, ദുർഗന്ധമാണെങ്കിലും പാരായണമാണെങ്കിലും, നിങ്ങളുടെ നല്ല ഗന്ധമാണെങ്കിലും അത് മലക്കിന്റെ വായയിലേക്കാണ് പോകുന്നത്. മലക്ക് നിങ്ങളുടെ വായയോട് ചേർത്ത് വായ വെക്കുന്നുണ്ട്. ഇത് തഹജ്ജുദ് നിസ്കാരത്തിന് പറഞ്ഞതാ. രാത്രി നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്ക് ആ മലക്കിന്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് മലക്കിന് പ്രയാസമാണ്. വായക്ക് ദുർഗന്ധമുണ്ടായാൽ നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ട് നിസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ രാത്രിയല്ലേ, സുബൈക്ക് ബ്രഷ് ചെയ്യാം എന്ന് വിചാരിച്ച് ബ്രഷ് ചെയ്യാതിരിക്കരുത്. വായ വൃത്തിയാവണം. കാരണം മലക്കുകൾ ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് ദുർഗന്ധമുള്ളത് മലക്കുകൾക്കും ദുർഗന്ധം തന്നെയാണ്. മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, അള്ളാഹു ചെറിയ ചെറിയ അമലുകൾക്ക് നൽകുന്ന പ്രതിഫലം. വാങ്ക് വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. വാങ്ക് വിളിക്കുന്നത് എത്ര വലിയ അമലാണെന്ന്, എത്ര കൂലിയുള്ള അമല വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വലിൽ മുഖദ്ദം. ആദ്യത്തെ സഫിൽ, ഇമാമിന്റെ നേരെ പിറകിലുള്ള ആദ്യത്തെ സഫുകാർക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ സഫുകാർക്കാണ്. രണ്ടാമത്തെ സഫുകാർക്ക് അത് കിട്ടൂല. ആദ്യം ഇമാമിന്റെ നേരെ പിറകിലുള്ള സഫ്, ആ ഒരു സഫിന് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. വൽ മുഅദ്ദിനു, വാങ്ക് വിളിക്കുന്ന ആള് യുഗ്ഫറു ലഹു മദ്ദ സൗതിഹി, ശബ്ദമെത്തുന്ന ദൂരം എത്രയോ ആ ദൂരത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന് പുറത്തു കൊടുക്കും. വയുസദ്ദിഖുഹു മൻ സമിഅഹു മിൻ റത്ബിൻ വയാബിസിൻ. ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ എല്ലാം എന്ന് പറഞ്ഞ സർവചരാചരങ്ങൾ, ജീവനുള്ളതും ഇല്ലാത്തതും വാങ്ക് വിളിക്കുന്ന ആൾക്ക് ആ പറയുന്നത് സത്യമാണ് എന്ന് അവരൊക്കെ വിളിച്ചു പറയും. വലഹു മിഥ്ലു അജ്രി മൻ സ്വല്ലാ മഅഹു. ആ വാങ്ക് കഴിഞ്ഞിട്ട് എത്ര പേരാണോ ആ വാങ്ക് കൊണ്ട് നിസ്കരിക്കുന്നത്, ആ വാങ്ക് കേട്ടിട്ട് നിസ്കരിക്കുന്നത്, അവരുടെ നിസ്കാരത്തിന്റെ എണ്ണമനുസരിച്ച് വാങ്ക് വിളിച്ച മുഅദ്ദിൻ അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എത്ര വലിയ പ്രതിഫലമാണ് അതല്ലേ. വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കൂലിയുള്ള കാര്യം. അതുകൊണ്ടാണ് എനിക്കൊരു അപേക്ഷയുണ്ട് പള്ളി കമ്മിറ്റിക്കാരോട്. ബാങ്ക് വിളിക്കണ മുക്രിക്കനെ ഉപയോഗിച്ചിട്ട് മൂത്രപ്പുര കഴിക്കാൻ അവരതിനുള്ളത്, അതിന് നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചോളൂ. കൂലിക്ക് വിളിച്ച ആളെ കിട്ടൂലേ? ഒരു ദിവസം 2 ദിവസം കൂടുമ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ മുക്രിക്കനെ കൊണ്ടല്ല അത് ചെയ്യിപ്പിക്കേണ്ടത്, ഹൗദ് കഴുകിപ്പിക്കേണ്ടത്. അവർ മറ്റേതെങ്കിലും ഖിദ്മത്ത് അവരെ കൊണ്ട് പറ്റുന്ന ഇസ്സത്തുള്ള പണി ചെയ്യിപ്പിക്കണം. അള്ളാഹു ഇത്രമേൽ ബഹുമാനിക്കുന്ന ആളുകളാണിവർ. അവരെ കൊണ്ടല്ല ബാത്റൂം കഴിപ്പിക്കേണ്ടത്. ഇന്നു മുതൽ ആ പരിപാടി നിർത്തണം എന്നാണ് ഞാൻ പറയാം. കാരണം മുഅദ്ദിനിന് വലിയൊരു ഹുർമത്തുണ്ട്, വലിയ പവറുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത്. ഇത്രമേൽ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് അവർ. വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇബാദത്താണ്. 12 കൊല്ലം വാങ്ക് വിളിച്ച മുക്രിമാർക്കൊക്കെ അവാർഡ് കൊടുക്കണം. 12 വർഷം മുഅദ്ദിൻ പണിയെടുത്തു നിങ്ങളുടെ പള്ളിയിൽ. അത് 20-30 കൊല്ലാകാൻ നിൽക്കരുത്. മുക്രിപ്പണി ചെയ്ത ആളുകൾക്ക്, വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് കൃത്യമായൊരു കണക്ക് പുണ്യ നബി പറഞ്ഞ് 12 വർഷമാണ്. മൻ അദ്ദന 12 സനതൻ വജബത് ലഹുൽ ജന്ന. 12 കൊല്ലം അല്ലാഹുവിന് ഒരാൾ വാങ്ക് വിളിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ്. പുണ്യ നബി പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 കൊല്ലം വാങ്ക് വിളിച്ച എല്ലാ മുക്രിമാർക്കും ഒരു ആദരവ് കൊടുക്കണം. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ? 12 എന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, 25-30 കൈ കാണുമല്ലേ? 12 കൊല്ലം അതൊരു മൈൽ സ്റ്റോൺ ആണ് അവരുടെ ജീവിതത്തില്. 12 കൊല്ലം പൂർത്തിയാകുമ്പോൾ അള്ളാഹു അവർക്ക് സ്വർഗം ഉറപ്പാക്കി കൊടുക്കുന്നു എന്നാണ് പുണ്യനബിയുടെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുതിബ ലഹു ബിതഅദീനിഹി ഫീ കുല്ലി യൗമിൻ 60 ഹസന. ഓരോ ദിവസവും നമ്മൾ ആർക്കും കിട്ടാത്ത 60 പ്രതിഫലം ഒരു മുഅദ്ദിന് മാത്രം കിട്ടുന്നുണ്ട്. വബി ഇഖാമതിഹി 30 ഹസന. ഓരോ വാങ്കിനും 60 പ്രതിഫലം.
അപ്പോൾ 5 വാങ്ങുണ്ട്. 5 വാങ്ങിന് 5 times 6 എത്രയായി? 60. അത്രയും പ്രതിഫലമായി. യാ അല്ലാഹ്, 300 പ്രതിഫലം. ഇഖാമത്ത് കൊടുത്താൽ 30 പ്രതിഫലം. അപ്പൊ 5 നേരം 3 × 3 അപ്പോൾ 90 അല്ലേ? സോറി, എത്ര? 130. ഇഖാമത്തിന് 130 പ്രതിഫലം. ഓരോ ഇഖാമത്തിനും 30, ഓരോ വാങ്ങിനും 60 പ്രതിഫലം. ഇത് 12 വർഷം ഒരാൾ പൂർത്തിയാക്കിയാൽ മൻ അദ്ദന 12 സന വജബത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ആദരവ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. പള്ളി കമ്മിറ്റിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ എക്സ്ട്രാ ചെലവുണ്ടാക്കാനോ അല്ല ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഇത്രത്തോളം പ്രതിഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പുരുഷന്മാർ, അവർക്ക് ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവും മസ്ജിദിലുള്ള നിസ്കാരമാണ്. ഇദാ തവല്ല അഹദുകും ഫഅഹ്സനൽ വുദൂഅ ثم خرج ഇല الصلاة, വീട്ടിൽ നിന്ന് വുദൂ എടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്നത് അതൊരു വലിയൊരു പ്രതിഫലമാണ്. അതിൽ മറ്റൊരു ഖൈറുമുണ്ട്. പള്ളിയിലെ വെള്ളത്തിന് ബില്ല് വല്ലാണ്ട് കൂടൂല അല്ലേ? ടാപ്പിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 5 നേരം വുദൂ എടുക്കുമ്പോൾ എത്ര വെള്ളം! ഇത് ഓരോരുത്തരും അവരവന്റെ വീട്ടിൽ നിന്ന് വുദൂ എടുത്ത് വന്നാൽ മാഷാ അല്ലാഹ് അത്രയും വെള്ളം ലാഭിക്കാലോ. വെള്ളം വേസ്റ്റ് ആക്കരുത്. ലോകത്ത് ഏറ്റവും വലിയ ചർച്ച കൺസർവേഷൻ ഓഫ് വാട്ടർ, വെള്ളം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ്. നമുക്ക് വുദൂ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കണം എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വെള്ളം ഇങ്ങനെ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ കാല് വെച്ചുകൊണ്ടിരിക്കുക, കുറേ സമയം വെള്ളം ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യരുത്. വീട്ടിൽ നിന്ന് വുദൂ എടുത്ത് വരാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അതിന് വേറെ കൂലിയാണ്. നോക്കൂ, ഹദീസ് കേട്ടു നോക്കൂ. ഇദാ തവല്ലഅ അഹദുകും ഫഅഹ്സനൽ വുദൂഅ, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വുദൂ എടുത്ത് ثم خرج إلى الصلاة, നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ലം യർഫഅ ഖദമഹുൽ യുംനാ ഇല്ലാ കതബല്ലാഹു ലഹു ഹസന, വലത് കാൽ എടുത്തു വെക്കുമ്പോഴേക്കും ഒരു നന്മ. വലം യളഅ ഖദമഹുൽ യുസ്റാ ഇല്ലാ ഹത്ത അൻഹു സയ്യിഅ, ഇടത് കാൽ വെക്കുമ്പോഴേക്കും ഒരു തെറ്റ് അല്ലാഹു മാപ്പ് ചെയ്യുന്നു. വലത് കാൽ വെക്കുമ്പോഴേക്കും ഒരു നന്മ അല്ലാഹു കൊടുക്കുന്നു. ഫൽയഖ്റുബ് അഹദുകും മൗലി യബ്അദ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാമിന്റെ അടുത്ത് വന്നിരിക്കാം, അല്ലാത്തവർക്ക് ദൂരെ പോയി നിൽക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഫഇദാ അത്തൽ മസ്ജിദ ഫസല്ല ഫീ ജമാഅത്തിൻ ഫൽയഖ്റുബ് അഹദുകും മൗലി യബ്അദ്, അതുകൊണ്ട് പള്ളിയോട് അടുത്ത് താമസിക്കണോ പള്ളിയുടെ ദൂരെ താമസിക്കണമോ അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതാണ് ഇതിനർത്ഥം. പള്ളിന്റെ അടുത്ത് നിൽക്കണോ പള്ളി ദൂരെ പോകണം? പള്ളിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് 4 അടി കൊണ്ട് പള്ളിയിലേക്ക് എത്തും. പള്ളിയിലേക്ക് ദൂരം കൂടുതലാണ്. അപ്പൊ അത്രയും നടത്തം വരും, അത്രയും കൂലി കിട്ടും. അപ്പോ കൂലി കൂടുതൽ കിട്ടാൻ പള്ളിയോട് അല്പം അകലെ നിന്ന് നടന്നു വരുന്നവർക്ക് അവസരമുണ്ട് എന്നർത്ഥം. ബനു സലമ മദീനയിലെ ഒരു ഗോത്രമാണ്. അവര് മദീന പള്ളിയുടെ അടുത്തൊരൽപ്പം സ്ഥലമുണ്ടെന്ന് കണ്ടപ്പോ അവർ വിചാരിച്ചു പുണ്യനബിയുടെ മസ്ജിദിന്റെ അടുത്ത് വന്ന് താമസിക്കാം. അങ്ങനെ അവർ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അവിടെ നിന്ന് മാറി വീട് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താ നബി അങ്ങയുടെ അഭിപ്രായം? തങ്ങൾ പറഞ്ഞു, ദിയാറക്കും ബനി സലമ, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ മതി. ബനു സലമക്കാരെ വീട് ഇങ്ങോട്ട് മാറ്റണ്ട. ഖുതാക്കും, നിങ്ങളുടെ ഓരോ കാൽവെപ്പിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൂരെയാണെന്ന് വിചാരിച്ച ആ വീട് പൊളിച്ചിങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട, അവിടെ തന്നെ ആയിക്കോട്ടെ. നടന്നു വരാൻ കഴിയില്ലോ, വാഹനത്തിൽ വന്നാലും കൂലി കിട്ടും. പക്ഷെ നടന്നു വരുന്നതിന് പ്രത്യേക കൂലിയാണ്. നടത്തം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മുടെ ദീൻ. ഡോക്ടർമാർ നടക്കാൻ പറയുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ നടക്കും. ട്രാക്ക് സൂട്ട് ഇട്ടും നൈക്കി ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഭയങ്കര നടത്തമാണ്. നമ്മളോട് നടക്കാൻ എത്രയാ പറഞ്ഞത്? എല്ലാം അന്നിപ്പോ നബി ഞങ്ങൾക്ക് പറഞ്ഞൂടെ, ഒട്ടകപ്പുറത്ത് വരാം, വാഹനം ഉണ്ടല്ലോ, കഴുതപ്പുറത്ത് വരാമെന്ന് പറയാം, കുതിരപ്പുറത്ത് വരാമെന്ന് പറയാം. പക്ഷേ മൻ മശാ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് നടന്നു വരാം. പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു വരൽ സുന്നത്താണ്. ജുമുഅക്ക് നടന്നു വരൽ പ്രത്യേക സുന്നത്താണ്. ജുമുഅക്ക് പ്രത്യേകിച്ച് നടന്നു വരൽ സുന്നത്താണ്. കുറച്ച് ദൂരായാലും കുഴപ്പമില്ല. പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു വരണം. പോകുന്ന വഴിയിലൂടെയല്ല, തിരിച്ചു പോരേണ്ടത് വേറെ വഴിയിലൂടെ വരണം. അതും സുന്നത്താണ് പെരുന്നാളിന്. ഇപ്പൊ ചെറിയ പെരുന്നാളിന്റെ നിസ്കാരം ഉണ്ടാവൂലേ? ഇപ്പൊ പള്ളിയിലേക്ക് ഒരു വഴിയിലൂടെ പോയാൽ വേറൊരു വഴി ഉണ്ടെങ്കിൽ ആ വഴിക്ക് വരാം.
വഴി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് വഴി ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. നടക്കാൻ പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറാ, വീട്ടിൽ നിന്ന് ശുദ്ധിയായി വുദൂവെടുത്തൊരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് വന്നാൽ, ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർള് നിസ്കരിക്കാൻ വേണ്ടി വന്നു, ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹിക്ക്, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാം ചെയ്ത് ഹജ്ജിന് വന്ന ഒരാളുടെ പ്രതിഫലമാണ് ഫർളായ നിസ്കാരത്തിന് നടന്നു പോകുന്നവർക്കെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നാൽ ഹജ്ജിന്റെ കൂലിയാണ്, സുന്നത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വന്നാൽ ഉംറ ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കിപ്പോ എല്ലാ വർഷവും ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റില്ല. എപ്പോഴും ഉംറ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. പ്രയാസങ്ങളുണ്ടാ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരും. സ്വന്തം നാട്ടിലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിസ്കരിച്ചാൽ ഈ കൂലി കിട്ടും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിസ്കരിച്ചാൽ കൂലി കിട്ടൂല. അവർക്ക് കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് തന്നെ വരണം. ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ വമൻ ഖറജ ഇലാ തസ്ബീഹിൻ ദുഹാ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ദുഹറിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് വരെ, സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹറിന്റെ ബാങ്കിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹ. ദുഹ നിസ്കരിക്കാൻ വേണ്ടി, അതിനാണ് തസ്ബീഹുൽ ദുഹ എന്ന് പറയുന്നത്. സുബ്ഹി ദുഹ നിസ്കാരം എന്നാണ് ആ തസ്ബീഹിന്റെ അർത്ഥം. തസ്ബീഹുൽ ദുഹയിലേക്ക്, ദുഹ നിസ്കരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നു വന്നാൽ കഅജ്രിൽ മുഅ്തമിർ, ഉംറ ചെയ്ത ആളിന്റെ പ്രതിഫലമുണ്ട്. വസ്വലാത്തുൻ അലാ ഇസ്രി സ്വലാത്തിൻ ലാ ലഗ്വുൻ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. ഓരോരോ നിസ്കാരങ്ങൾക്കിടയിലും അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ നിങ്ങളുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ സ്വർഗലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ഇല്ലിയീൻ എന്നിടത്തേക്ക് അല്ലാഹു ആ അമലുകൾ ഉയർത്തുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുന്നവർ നടന്നു തന്നെ പോവുക. സുന്നത്ത് നിസ്കാരത്തിൽ ദുഹാ നിസ്കാരത്തിന് നടന്നു പോയാൽ ഉംറയുടെ കൂലിയാണ്. ഫർളിലേക്ക് നടന്നു പോയാൽ ഹജ്ജ് ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കാത്തിരിക്കുന്നത് നിസ്കരിക്കുന്നതിനെ പോലെ തന്നെയാണെന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസ്. പള്ളിയിലേക്ക് ജമാഅത്തിനെത്തിയാൽ അല്ലാഹുവിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കും. പള്ളിയിലേക്ക് ചൊല്ലുമ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്, 1 or 2 റക്അത്ത് കഴിഞ്ഞു. നിങ്ങൾ കിട്ടിയത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, ബാക്കി നിങ്ങൾ പൂർത്തിയാക്കണം. നിങ്ങൾ പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും നിസ്കാരം തീർന്നു പോയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിസ്കരിക്കാമല്ലോ, അത് നിസ്കരിക്കുക. ഇമാമിന്റെ കൂടെ നഷ്ടപ്പെട്ടത്, നിങ്ങൾ മസ്ബൂഖാണെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കുക. ഇമാമിന്റെ കൂടെ എത്തിയാൽ പൂർണ്ണമായി നിസ്കരിക്കുക. നിങ്ങൾ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്കും അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മഹത്തരമായ നന്മ ലഭിക്കാൻ പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ബറാഅത്താൻ, 2 മോചനം അല്ലാഹു തരും. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം, മറ്റൊന്ന് കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനം. ഈ 2 മോചനത്തിന് നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുക. ഇത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും നിർബന്ധമായും പാലിക്കണമെന്ന, ഒരു മുസ്ലിം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 40 ദിവസത്തെ ഒരു ചര്യയുണ്ട്. അതുണ്ടെങ്കിൽ അല്ലാഹു കുതിബ ലഹു ബറാഅത്താൻ, അല്ലാഹു നരകത്തിൽ നിന്നും കപടവിശ്വാസത്തിൽ നിന്നും അവർക്ക് മോചനം കൊടുക്കും. അവരൊരിക്കലും മുനാഫിഖായി മരിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തൽ ഊലാ. ഇതൊരു ടാസ്കാണ്.
40 ദിവസം ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചു ഇമാമിന്റെ കൂടെ, എങ്ങനെ യുദ്രികു തക്ബീറത്തുൽ ഊല, നിസ്കാരം ആരംഭിക്കുന്ന ആദ്യത്തെ അല്ലാഹു അക്ബർ എന്ന് ഇമാമ പറയുമ്പോൾ പള്ളിയിലേക്ക് എത്തണം. അങ്ങനെ ആദ്യത്തെ തക്ബീർ കിട്ടുന്ന വിധം ഇമാമിന്റെ കൂടെ 5 നേര നിസ്കാരം 40 ദിവസം ഒരാൾ നിർവഹിച്ചാൽ കുതിബ ലഹു ബറാഅത്താൻ, അല്ലാഹു 2 ബറാഅത്ത് അവർക്ക് കൊടുക്കും, 2 മോചനം. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ്. ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമുണ്ടാകും. വബറാഅത്തും മിനൻ നിഫാഖ്, കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനമുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ.